ഒരു ടീമിനെ നയിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഒരുപക്ഷെ എല്ലാ ജോലിയും സ്വയം തന്നെ ചെയ്യേണ്ടി വരുന്നു എന്നതായിരിക്കും, അല്ലേ? ഇവിടെയാണ് ഡെലിഗേഷൻ, അതായത് ജോലികൾ ഭംഗിയായി വിഭജിച്ച് നൽകുന്നതിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഒരു മികച്ച ലീഡറാകാൻ ഈ കലയിൽ എങ്ങനൊരു കൈനോക്കാം എന്ന് നമുക്ക് കണ്ടെത്താം. ഇതെല്ലാം എന്റെ തലയിൽ തന്നെയാണല്ലോ എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു മാനേജർ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം കൊണ്ടാകെ തളർന്നു പോകുന്നതായി തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. മിക്കവാറും എല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. ശരി, ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. ഈ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ്. വെറുതെ നമ്മുടെ തലവേദന ഒഴിവാക്കാൻ ഒരു ജോലി മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും നമ്മുടെ ടീമിനെ വളർത്താൻ വേണ്ടി അവർക്കൊരു ഉത്തരവാദിത്വം കൊടുക്കുന്നതും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ഇതിൽ ആദ്യത്തേത് അവർക്കൊരു ഭാരമാകുമ്പോൾ രണ്ടാമത്തേത് അവരെ കൂടുതൽ മിടുക്കരാക്കും. അപ്പോൾ ഈ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈയൊരു വിശകലനത്തിൽ നമ്മൾ 4 പ്രധാന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം എന്താണ് ഈ ഡെലിഗേഷനിലെ പ്രശ്നം എന്ന് നോക്കും. പിന്നെ അതിനൊരു 6 സ്റ്റെപ്പുള്ള കിഡിലൻ പരിഹാരം. അത് കഴിഞ്ഞാൽ സാധാരണ വരുത്തുന്ന ചില അബദ്ധങ്ങൾ, അത് ഒഴിവാക്കണം. അവസാനം എങ്ങനെ കാര്യങ്ങൾ ഭംഗിയായി ഫോളോ അപ്പ് ചെയ്യാം. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോ ഭാഗം 1, ഡെലിഗേഷനിലെ പ്രതിസന്ധി. എന്തുകൊണ്ടാണ് ഇത്രയധികം മാനേജർമാർക്ക് ഈ കാര്യത്തിൽ ഒരു പിഴവ് പറ്റുന്നത്? നമുക്ക് നോക്കാം. നമ്മളിൽ മിക്കവരും വീണുപോകുന്ന ഒരു കെണിയുണ്ട്. ഷെടാ, ഇത് ഞാൻ തന്നെ ചെയ്താൽ വേഗം തീരും, മറ്റാരെ ഏൽപ്പിച്ചാലും ഇത് ശരിയാവില്ല എന്നൊരു ചിന്ത. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താ? നിങ്ങൾക്ക് ബേൺ ഔട്ട്, അതായത് ആകെ മടുപ്പ്. നിങ്ങളുടെ ടീമിനാണെങ്കിലോ ഒരു വളർച്ചയുമില്ല. ശരിക്കും ഇതൊരു ലൂസ് സിറ്റുവേഷനാണ്, അല്ലേ? അപ്പോ ഭാഗം 2, നിങ്ങളുടെ 6 ഘട്ടങ്ങളുള്ള പരിഹാരം. ഈ ഒരു പ്രതിസന്ധി മറികടക്കാനും നിങ്ങളുടെ ടീമിന് ശരിക്കും പവർ കൊടുക്കാനുമുള്ള ഒരു ക്ലിയർ കട്ട് വഴി ഇതാ. ഇഫക്റ്റീവായിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ ഈ 6 സ്റ്റെപ്പുകളുള്ള ഒരു സൈക്കിൾ ഫോളോ ചെയ്താൽ മതി. 1, നമ്മൾ ഒരുമിച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു. 2, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ നല്ല വ്യക്തത വരുത്തുന്നു. 3, ആർക്കാണോ കഴിവുള്ളത് അവര് ജോലി ഏൽപ്പിക്കുന്നു. 4, ആരാണ് എന്ത് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഡിസൈൻ ചെയ്യുന്നു. 5, ഇടയ്ക്കിടെ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നു. പിന്നെ 6ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, വിജയം ആഘോഷിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് വിശദമായിട്ട് നോക്കിയാലോ. 1ാമത്തെ സ്റ്റെപ്പ്, ലക്ഷ്യങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇത് പോയി ചെയ്യുമെന്ന് പറയുന്നതിന് പകരം ടീമിനെ കൂടി ആ ഡിസ്കഷനിലൊന്ന് ഉൾപ്പെടുത്തി നോക്കൂ. അപ്പോൾ പിന്നെ അത് നിങ്ങളുടെ ടാർഗറ്റ് എന്നതിനപ്പുറം നമ്മുടെ ലക്ഷ്യമായി മാറും. അവരെ ഫീലില്ലേ, അത് തന്നെ അവരിലെ വലിയൊരു ഓണർഷിപ്പ് ഉണ്ടാക്കും. 2ാമത്തെ സ്റ്റെപ്പ്, സിസ്റ്റങ്ങളിലെ വ്യക്തത. ഒരു വലിയ ഗോളങ്ങ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതിലേക്ക് എത്താനുള്ള വഴികൾ ചെറിയ ക്ലിയർ സ്റ്റെപ്പുകളായിട്ട് തിരിക്കുന്നതാണ്. അടുത്തത് എന്താ ചെയ്യേണ്ടേ എന്ന് ആർക്കും ഒരു കൺഫ്യൂഷനും ഉണ്ടാകരുത്. എപ്പോഴും ഓർത്തോ, ഈ അവ്യക്തതയാണ് ഡെലിഗേഷൻ പരാജയപ്പെടാനുള്ള നമ്പർ 1 കാരണം. 3ാമത്തേത്, കഴിവുകൾക്ക് അനുസരിച്ച് ജോലി നൽകുക. ഒരു ടാസ്ക് കൊടുക്കാൻ നേരം ഇപ്പോൾ ആരാ ഫ്രീ ആയിട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ജോലി ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ് എന്ന് ചിന്തിക്കുക. വെറുതെ സമയമുള്ളതുകൊണ്ട് ഒരാളെ ഏൽപ്പിക്കുന്നത്, റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്. അതാണ് പ്രിൻസിപ്പിൾ. അപ്പോഴേ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. 4ാമത്തെ സ്റ്റെപ്പ്, ഉത്തരവാദിത്തം നിർവചിക്കുക. സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പ്. ആര്, എന്ത്, എപ്പോഴൊക്കെ, എങ്ങനെ ചെയ്യണമെന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ക്ലിയർ ആക്കുക. ഇവിടെയാണ് നമ്മൾ ആക്ച്വലി ആ റെസ്പോൺസിബിലിറ്റി കൈമാറുന്നത്. 5ാമത്തെ സ്റ്റെപ്പ്, സ്ഥിരമായി വിലയിരുത്തുക. പ്രോഗ്രസ് എന്തായി എന്നറിയാനും അവർക്ക് വല്ല സഹായം വേണോ എന്ന് നോക്കാനും ഫീഡ്ബാക്ക് കൊടുക്കാനുമൊക്കെയായിട്ട് കൃത്യമായ റിവ്യൂകൾ വെക്കണം. ഒരു കാര്യം മനസ്സിൽ വെച്ചോ, റിവ്യൂ ഇല്ലെങ്കിൽ ലക്ഷ്യവുമില്ല. നമ്മുടെ ലക്ഷ്യം അവരെ പോലീസിനെ പോലെ ചോദ്യം ചെയ്യലല്ല, മറിച്ച് അവരെ വിജയിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യലാണ്. അങ്ങനെ നമ്മൾ 6ാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പിലെത്തി. ആഘോഷം. ചെറിയ വിജയമായാലും വലിയ വിജയമായാലും അത് ഒരുമിച്ച് ആഘോഷിക്കണം. ഇത് നല്ല പെർഫോമൻസിനെ പ്രോത്സാഹിപ്പിക്കും, അതുപോലെ ടീമിൽ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരും. മറക്കണ്ട, ഒരു ചെറിയ അംഗീകാരം മതി ചിലപ്പോൾ വലിയ പ്രചോദനം കിട്ടാൻ. ഓക്കെ, ഭാഗം 3, പ്രധാനപ്പെട്ട ഡെലിഗേഷൻ തെറ്റുകൾ. ഇനി ഈ യാത്രയിൽ നമ്മൾ സാധാരണയായി വീഴാൻ സാധ്യതയുള്ള ചില കുഴികളെക്കുറിച്ചും അതിൽ വീഴാതെ എങ്ങനെ രക്ഷപ്പെടാമെന്നും നോക്കാം. നമ്മൾ എത്ര നല്ല ഉദ്ദേശത്തോടെ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ചില അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. ഇതിലേറ്റവും കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒന്നാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഷടാ, ഇത് മറ്റാരെക്കൊണ്ടും ശരിയാവില്ല, ഞാൻ തന്നെ ചെയ്യുന്നതാണ് നല്ലത്
സത്യസന്ധമായി പറയൂ, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഈ ഒരു ശബ്ദം കേട്ടിട്ടില്ലേ? ഈ ഒരൊറ്റ ചിന്ത മതി നമ്മളെ മൈക്രോ മാനേജ്മെന്റിലേക്ക് തള്ളിവിടാൻ. പിന്നെ പറയണ്ട, ഇത് നിങ്ങളുടെ ടീമിന്റെ കോൺഫിഡൻസും ജോലിയുടെ സ്പീഡും ഒരുപോലെ ഇല്ലാതാക്കും. ഈ ചിന്തയെ ആദ്യം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നമ്മൾ രണ്ടറ്റങ്ങൾ ഒഴിവാക്കണം. ഒന്ന്, ജോലി ഏൽപ്പിച്ചിട്ട് ആ വഴിക്ക് പോകാതിരിക്കുക. പിന്നെ മറ്റേ അറ്റം, അതായത് ഓരോ മിനിറ്റിലും എന്തായി എന്ന് ചോദിച്ച് അവരുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുക. ഈ രണ്ട് എക്സ്ട്രീമുകളും അപകടമാണ്. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, ഒപ്പം നല്ലൊരു സപ്പോർട്ടായി കൂടെ നിൽക്കുക. അത്രയുള്ളൂ. ഇതൊരു ക്വിക്ക് ചെക്ക് ലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്ത തവണ ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യും മുൻപ് ഈ 5 ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. 1. ഇത് ശരിക്കും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ ടാസ്ക് തന്നെയാണോ? 2. ഞാൻ ഏൽപ്പിക്കുന്നത് ശരിയായ ആളെ തന്നെയാണോ? 3. എന്താണ് എനിക്ക് റിസൾട്ടായി വേണ്ടതെന്ന് ഞാൻ ക്ലിയറായി പറഞ്ഞിട്ടുണ്ടോ? 4. എപ്പോഴൊക്കെയാണ് നമ്മളിത് റിവ്യൂ ചെയ്യുന്നതെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? പിന്നെ ഏറ്റവും അവസാനമായി, നിനക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടതെന്ന് അവരോട് ചോദിച്ചോ? ഇത് ശീലമാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. അപ്പോ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഫോളോ അപ്പിൽ ഒരു മാസ്റ്റർ ആകാം. ജോലി ഏൽപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതെങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നതും വളരെ പ്രധാനമാണ്. അതെങ്ങനെ പ്രൊഫഷണലായി ചെയ്യാമെന്ന് നോക്കാം. ഒരു നല്ല ഫോളോ അപ്പിന് ചില വഴികളുണ്ട്. എപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ആദ്യമേ അങ്ങ് തീരുമാനിക്കുക. ഇടയ്ക്കിടെ പോയി എന്തായി എന്ന് ചോദിച്ച് ശല്യപ്പെടുത്തരുത്. ഇന്നത്തെ റിപ്പോർട്ട് താ എന്ന് പറയുന്നതിന് പകരം കാര്യങ്ങൾ എങ്ങനെയുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ ഭാഷ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് നീ ഇത് ചെയ്തില്ല എന്ന് പോലീസ് ചോദ്യം വേണ്ട. പകരം നമുക്കിത് ഒരുമിച്ച് എങ്ങനെ പരിഹരിക്കാം എന്നൊരു കോച്ചിന്റെ ചോദ്യം മതി. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ നാളെ മുതൽ എന്തു ചെയ്യും? ഇതാ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. 1. ടീമിന്റെ കൂടെയിരുന്ന് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തീരുമാനിക്കുക. 2. അതിലേക്കുള്ള സ്റ്റെപ്പുകൾ എഴുതിവെക്കുക. ആരെന്തു ചെയ്യുമെന്ന് തീരുമാനിക്കുക. ഡെഡ്ലൈൻ വെക്കുക. 3. ആ ലക്ഷ്യത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് വിജയിക്കുമ്പോൾ തന്നെ അതെല്ലാവരുടെയും മുന്നിൽ വെച്ച് അംഗീകരിക്കുക, ഒന്ന് അഭിനന്ദിക്കുക. അപ്പോ നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ ടീമിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാനും ആ വിജയം ഒരുമിച്ച് ആഘോഷിക്കാനും പോകുന്ന ആ ആദ്യത്തെ ചെറിയ കാര്യം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്നിട്ട് അത് ചെയ്യൂ. കാരണം ശരിയായ ഡെലിഗേഷൻ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. ഈ വിശകലനത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.